ഇൻബിൽട്ട് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. ഇൻബിൽട്ട് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ഫംഗ്ഷനകത്ത് നടക്കുന്നതിനെ പറ്റിയിട്ട് നമ്മളൊന്നും അറിയണ്ട. നമ്മൾ ആ ഫംഗ്ഷനെ ജസ്റ്റ് അങ്ങ് സിംപ്ലി കോൾ ചെയ്തങ്ങ് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ ഡെഫിനറ്റായിട്ട് നമ്മളങ്ങ് യൂസ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻബിൽട്ട് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? സ്കാൻഎഫ്, അതേപോലെ തന്നെ പ്രിൻ്റ് എഫ്. ഓക്കെ, അതേപോലെ സ്ട്രിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസിന് സ്പെസിഫിക് റോളുണ്ട്. വി ക്യാൻ ഡയറക്റ്റ്ലി യൂസ് ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനകത്ത് എന്താ സംഭവിക്കുന്നതെന്നൊന്നും നമുക്കറിയണ്ട. ആ ഫംഗ്ഷൻ്റെ സിൻടാക്സ് നമ്മളങ്ങ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിസൾട്ട്സ് ആ ഫംഗ്ഷൻസ് തരും. ഓക്കെ, അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഫംഗ്ഷനാണ് സ്ട്രിങ് ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന strlen. ഓക്കെ, സോ ഫംഗ്ഷൻ്റെ പേരെന്താണ്? എപ്പോഴും ഇങ്ങനത്തുള്ള ഫംഗ്ഷൻസ് പഠിക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സിൻടാക്സ് അങ്ങ് പഠിച്ചു വയ്ക്കാം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് strlen. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂ എന്തുമായിരിക്കും? ഇറ്റ് വിൽ റിട്ടേൺസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു സ്ട്രിങ് എഴുതി, എൻ്റെ ഒരു ക്യാരക്ടർ അറയുണ്ട് എന്ന്. ഓക്കെ, സോ എ എന്നുള്ളൊരു അറയിലേക്ക് A25 ആണെന്ന് വിചാരിക്കാം. അതിലേക്ക് ഞാൻ ഗെറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ യൂസറിൻ്റെ അടുത്തൊരു ഇൻപുട്ട് ചെയ്യാൻ പറയുവാണ്. സോ ഗെറ്റ്സ് എ, ചുമ്മാ എഴുതുക കേട്ടോ. എഴുതി എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? ഇപ്പം എയിൽ ഞാനിപ്പോൾ കൊടുക്കുന്ന വാല്യൂ അമ്മ എന്നാണെന്ന് വിചാരിച്ചോ, AMMA. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ട്രിങ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എ എന്നുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരെന്താണ്? strlen. എലിയനകത്ത് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ പരാന്തസിസ് കൊടുക്കുക, ഫംഗ്ഷൻ്റെ പേര് എഴുതുക, പരാന്തസിസ് കൊടുക്കുക, അതിനകത്ത് ഏത് സ്ട്രിങ്ങിൻ്റെയാണോ ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ആ സ്ട്രിങ്ങിൻ്റെ പേര് എഴുതി കൊടുക്കുക. സ്ട്രിങ്ങിൻ്റെ പേരെന്താ? എ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സ്ട്രിങ്ങിലേക്ക് സിസ്റ്റം പോയി നോക്കും. ആ സ്ട്രിങ്ങിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്രയുണ്ടോ അതിൻ്റെ കൗണ്ടായിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഗെറ്റ്സ് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ എന്ത് ചെയ്യും? /0 കൂടെ സിസ്റ്റം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആൻസറിനകത്ത് എന്ത് കാണില്ല? /0 കാണത്തില്ല. ആക്ച്വലി ഏതൊക്കെയായിരുന്നു നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്തേക്കുന്ന, യൂസർ ഇൻപുട്ട് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന ആക്ച്വൽ ക്യാരക്ടേഴ്സ് എത്രയാണോ അതിൻ്റെ കൗണ്ടായിരിക്കും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? strlen പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയുള്ളത്? എ ഉണ്ട്, എം ഉണ്ട്, A ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 4 ക്യാരക്ടേഴ്സ്. അതെ. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 4 എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറാണ്. ആ നമ്പർ എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഞാൻ L എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. Lനകത്ത് എന്തായിരിക്കും അപ്പോൾ ഉണ്ടാവുക? ലെങ്ത് ആയിരിക്കും അല്ലേ? അതൊരു നമ്പറാണ്. അപ്പോൾ ഈ Lൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യിക്കുവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ സൈസ് കിട്ടും. അതായത് ടോട്ടൽ ആക്ച്വൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ കൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ L എന്താണ്? ഒരു നമ്പറാണ്. അതെന്തായിരിക്കും? %d ആണ്. L കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ strlenൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? strlen വിൽ കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ലെങ്ത് ഓഫ് എ സ്ട്രിങ്. ഓക്കെ, ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. എത്ര ക്യാരക്ടേഴ്സിൻ്റെ നമ്മുടെ ഒരു സ്ട്രിങ് ഫോം ചെയ്തേക്കാൻ വേണ്ടി എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അതിൻ്റെ കൗണ്ടായിരിക്കും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? strlen തരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻറ്റ് ചെയ്യിക്കാം. സോ പ്രിൻ്റ് എഫിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യാം? %d, കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, strlen ഓഫ് A എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 4 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഇവിടെ നമ്മളെന്താ %d വന്നത്? ഇത് strlen എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് തരുന്നത്. സോ നമ്പറിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ആക്സസ് സ്പെസിഫയർ എന്തായിരിക്കണം? %d ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനാണ് കോപ്പി. എന്താ? strcpy. strcpy എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് strcpy. ഓക്കെ, അപ്പം കോപ്പി എന്ന് പറയുമ്പോഴേക്കും strcpy എന്ന് പറയുമ്പോഴേക്കും എന്ത് കാണും? കോപ്പി ചെയ്യണം. അപ്പോൾ എന്തായാലും കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കാണും? ഒരു സോഴ്സും കാണും, ഡെസ്റ്റിനേഷനും കാണും. എന്ന് പറഞ്ഞാൽ 2 സ്ട്രിങ്സ് വേണം. സോഴ്സ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴേക്കും കൺഫ്യൂസ്ഡ് ആവരുതേ. നമ്മുടെ കയ്യിൽ 2 സ്ട്രിങ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ S1 എന്ന് ഞാനൊരു സ്ട്രിങ്ങിനെ വിളിച്ചു, S2 എന്ന് രണ്ടാമത്തെ സ്ട്രിങ്ങിനെ വിളിച്ചു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? കോപ്പി എന്ന് പറയുമ്പോഴേക്കും എവിടുന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുന്നുണ്ട് നമ്മുടെ ഡേറ്റ, അല്ലെങ്കിൽ കോപ്പി ആവുന്നുണ്ട് നമ്മുടെ ഡേറ്റ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കോപ്പിയിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് 2ലിരിക്കുന്ന എന്താണോ ഡേറ്റ അതെങ്ങോട്ട് വരും? സ്ട്രിങ് 1ലേക്ക് വരും. അതാണ് ഇവിടുത്തെ കോപ്പി ഓപ്പറേഷൻ. സ്ട്രിങ് 2 അങ്ങനെ തന്നെ ഇരിക്കും. സ്ട്രിങ് 2ലുള്ള കണ്ടൻറ്റ് ആർക്കൂടെ കോപ്പി ആവും? സ്ട്രിങ് 1ലേക്ക് കോപ്പി ആവും. ഓക്കെ, സോ ഫോർ എൻ എക്സാമ്പിൾ
ഓക്കെ, സോ S2ലെ കണ്ടൻറ്റ് എങ്ങോട്ട് കോപ്പി ആവും? S1ലേക്ക് കോപ്പി ആവും. തെറ്റിപ്പോകരുത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കോപ്പി ആവുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രിങ് ഉണ്ട്. S1ൽ ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്നത് ABC, ദെൻ ഓക്കെ ഇങ്ങനെ കൊടുത്തേക്കുക. ദെൻ S2ൽ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് അമ്മ, AMMA. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? strcpy ഓഫ് എന്ത് കൊടുക്കുക? S1, S2. വാട്ട് വിൽ ഹാപ്പൻ? S2ൻ്റെ വാല്യൂ എങ്ങോട്ടേക്ക് കോപ്പി ആവും? S1ലേക്ക് കോപ്പി ആവും. സോ നമ്മൾ ആരെ പ്രിൻറ്റ് ചെയ്യുവാണ്? S1നെ പ്രിൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. നമുക്ക് എങ്ങനെ ചെയ്യാം? ഒന്നെങ്കിൽ പ്രിൻറ്റ് ഫംഗ്ഷൻ വഴി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് പുട്സ് വഴി ചെയ്യാം. അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പുട്സ് യൂസ് ചെയ്യുക. പുട്സ് ആകുമ്പോൾ വേറെ നമ്മൾ ആക്സസ് സ്പെസിഫയറിനെ പറ്റി ഒന്നും തിങ്ക് ചെയ്യേണ്ട. ജസ്റ്റ് ആ ഒരു ഏതാണോ നമ്മുടെ വേരിയബിൾ അതിൻ്റെ പേര് മാത്രം യൂസ് ചെയ്താൽ മതി. S1 ആണ് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ S1ലെ കണ്ടൻറ്റ് കിട്ടും. അപ്പോൾ S1ൽ നമ്മൾ കൊടുത്തിരുന്ന വാല്യൂ എന്ത് വരുന്നു? ABC. സോ ഇപ്പോൾ നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു? കോപ്പി ചെയ്യിച്ചു. S2ലെ കണ്ടൻറ്റ് എടുത്ത് S1ലോട്ട് കോപ്പി ചെയ്യിച്ചു. ഇനി നമ്മൾ S1ലെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? S1ലും അമ്മ കിട്ടും. നമ്മൾ S2നെയും കൂടെ പ്രിൻറ്റ് ചെയ്യിച്ച് നോക്കാം. S2നെ പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ S2ലെ കണ്ടൻറ്റും എന്തുമായിരിക്കും? അമ്മ. സോ രണ്ട് സ്ട്രിങ്ങും ഇപ്പോൾ എന്തായി? സെയിം ആയി. മനസ്സിലായോ? അപ്പോൾ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രിങ്ങിൻ്റെ കണ്ടൻറ്റ് വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? strcpy എന്ന് എഴുതുമ്പോഴേക്കും നമുക്ക് ആരാണോ കോപ്പി ചെയ്യേണ്ടത്, എങ്ങോട്ടാണോ കോപ്പി ചെയ്യേണ്ടത്, അത് രണ്ടും നമ്മുടെ സിൻടാക്സിനകത്ത് strcpyക്ക് ശേഷം പറഞ്ഞു കൊടുത്തിരിക്കണം. അതായത് S1, S2 ആണെങ്കിൽ S2ലെ കണ്ടൻറ്റ് വിൽ ബി കോപ്പി ടു S1. S2ലെ കണ്ടൻറ്റ് ആർക്ക് കോപ്പി ആവും? S1ലേക്ക് കോപ്പി ആവും. ഓക്കെ, അപ്പം strcpy എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിങ്സിനെ കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് strcpy. ഈ സിൻടാക്സ് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. ഇപ്പോൾ strlen എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളവിടെ ആ സ്ട്രിങ്ങിൻ്റെ പേര് കൊടുക്കുന്നത്. A എന്നാണ് സ്ട്രിങ്ങിൻ്റെ പേരെങ്കിൽ A എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി strcpy എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് എവിടുന്നെങ്കിലും എടുത്തായിരിക്കും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് കോപ്പി ചെയ്ത് വെക്കേണ്ടത്, എവിടെ നിന്നാണ് കോപ്പി ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സോഴ്സ്, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. സോഴ്സും ഡെസ്റ്റിനേഷൻ ഒക്കെ ഉദ്ദേശിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ S2ൽ നിന്ന് S1ലേക്ക് കോപ്പി ആവും. അങ്ങനെ അങ്ങ് എഴുതിയിരുന്നാലും മതി. ഓക്കെ, അപ്പോൾ അതിന് സിൻടാക്സ് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി അടുത്തയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്താണ്? സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ. അതായത് ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങുമായിട്ട് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? strcat അല്ലെങ്കിൽ സ്ട്രിങ് കോൺകാറ്റിനേഷൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. സ്ട്രിങ് കോൺകാറ്റിനേഷൻ ഫംഗ്ഷൻ്റെ പേരെന്താണ്? strcat. ഇറ്റ് വിൽ കോൺകാറ്റിനേറ്റ്സ് ടു സ്ട്രിങ്സ്, രണ്ട് സ്ട്രിങ്സിനെ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് strcat. കോൺകാറ്റിനേഷൻ്റെ ഷോർട്ടാണ് strcat. അപ്പോൾ ഇവിടെ രണ്ട് സ്ട്രിങ്സിനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി, അപ്പോൾ നമ്മുടെ ഇതിനകത്ത് എത്ര സ്ട്രിങ്സ് വേണം? നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് strcatൽ നമുക്ക് എന്ത് ചെയ്യാം? പരാന്തസിസിനുള്ളിൽ രണ്ട് സ്ട്രിങ്സ് കൊടുക്കാം, S1, S2. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ രണ്ട് സ്ട്രിങ്സിനെയും കൂടെ ജോയിൻ ചെയ്ത് ഇനി നമുക്ക് അറിയേണ്ട എന്താണ്? എവിടെ ആയിരിക്കും ഈ ഒരു ആൻസർ വരിക എന്ന്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എൻ്റെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട് S1. S1ൽ ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്നത് ABC. ഓക്കെ, ദെൻ എൻ്റെ കയ്യിൽ വേറൊരു സ്ട്രിങ് ഉണ്ട് S2. S2ൽ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് DEF. ഞാൻ ചുമ്മാ എഴുതുക കേട്ടോ, DEF എഴുതി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് എഴുതും? strcat ഓഫ് എന്ത് കൊടുക്കാം? S1, S2. വാട്ട് വിൽ ഹാപ്പൻ? ഈ രണ്ട് സ്ട്രിങ്സും കൂടെ ജോയിൻ ആവും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇതിൽ ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് അപ്പൻഡ് ആവും സെക്കൻഡ് സ്ട്രിങ്. എന്ന് പറഞ്ഞാൽ S2ലെ കണ്ടൻറ്റും കൂടെ ആർക്ക് ജോയിൻ ആവും? S1ലേക്ക് ജോയിൻ ആയി, അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ആൻസർ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? S1ൻ്റെ കയ്യിലായിരിക്കും കോൺകാറ്റിനേറ്റഡ് സ്ട്രിങ്. എപ്പോഴും S1 ആണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ പ്രിൻറ്റ് ഓഫ് പെർസെൻറ്റേജസ് കൊടുത്ത് ചെയ്യാം. അല്ലെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താ? പുട്സ് കൊടുക്കുക അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പുട്സ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോവാണ്. ഒരു സെക്കൻഡ്. പുട്സ് കൊടുത്തിട്ട് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഡിസ്പ്ലേ ചെയ്യാൻ പോകണം. അപ്പോൾ എന്ത് ചെയ്തു? പുട്സ് കൊടുത്തിട്ട് ഞാൻ എന്ത് കൊടുത്തു? S1 കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? S1ലെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ആവും. സോ S1ലെ കണ്ടൻറ്റ് എന്തായിരിക്കും? ABC ഫോളോഡ് ബൈ, അതിന് തൊട്ട് സ്പേസ് ഒന്നും കൊടുക്കത്തില്ല, അറ്റാച്ച് ചെയ്തുകൊണ്ട് അടുത്ത ക്യാരക്ടറായിട്ട് എന്ത് വരും? DEF വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? സ്ട്രിങ് കോൺകാറ്റിനേഷനിൽ സംഭവിക്കുന്നത്. അപ്പം S1ലെ കണ്ടൻറ്റും S2ലെ കണ്ടൻറ്റും കൂടെ ജോയിൻ ആയിട്ട് എവിടെ വരും? S1ൽ വരും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതിൽ സംഭവിക്കുന്ന ഫൈനലി ഇതിനകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ABC എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. കണ്ടോ? ABC, അതാണ് നമ്മുടെ സ്ട്രിങ് 1. അതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? /0 ആയിരിക്കും. നമ്മൾ കൊടുക്കുന്നതല്ല, സിസ്റ്റം കൊടുക്കുന്നത്. ദെൻ S2 എന്ന് പറയുന്നൊരു സ്ട്രിങ് ഉണ്ട്. അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്?
ഡി ഇ എഫ്. അതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ എന്താണ്? /0. ഇനി STR/CAT വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിനെ എന്ത് ചെയ്യും? സിസ്റ്റം നോക്കും. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ എവിടെയാണോ /0 ഉള്ളത് ആ പൊസിഷനിലേക്ക് എന്ത് ചെയ്യും? സെക്കൻഡ് സ്ട്രിങ്ങിനെ അറ്റാച്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് ഇങ്ങനെയായിരിക്കും വരിക. A B C/0. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ /0യെ എന്ത് ചെയ്യും? ഓവർറൈറ്റ് ചെയ്യും. എന്ത് വെച്ചിട്ട്? സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ വെച്ചിട്ട്. ദാറ്റ് ഇസ് D കൊടുക്കും, അടുത്ത E കൊടുക്കും, അടുത്ത F കൊടുക്കും. സെക്കൻഡ് സ്ട്രിങ് അങ്ങനെ തന്നെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മളുടെ S1 ഇനി ഉണ്ടാവുക. STR/CAT വർക്ക് ചെയ്താൽ എന്ത് വർക്ക് ചെയ്താൽ? STR/CAT വർക്ക് ചെയ്താൽ CS1, S2 വർക്ക് ചെയ്താൽ ഇതായിരിക്കും സംഭവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ STR/CAT എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് വിൽ ഹെൽപ്പ് ടു ജോയിൻ, ദാറ്റ് വിൽ കോൺകാറ്റിനേറ്റ്സ് 2 സ്ട്രിങ് അല്ലേ? 2 സ്ട്രിങ്സിനെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ട് വരുന്ന എന്തായിരിക്കും? ഫസ്റ്റ് സ്ട്രിങ് ആയിരിക്കും. ദാറ്റ് ഇസ് S1, S2 ഇവിടെ നമ്മുടെ ആൻസർ ഇരിക്കുന്ന അടയിലായിരിക്കും, S1 ഓക്കെ. ദാറ്റ്സ് ഓൾ അബൌട്ട് STR/CAT. ഇനി അടുത്താണ് STR/CMB. STR/CMB എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് STR/CMB. ഓക്കെ. അപ്പോൾ കമ്പയറിൻ്റെ ഒരു കമ്പയർ എന്ന് പറഞ്ഞിട്ട് ഷോർട്ടാണ് എന്തെന്ന് പറയുന്നത്? STR/CMB. ഓക്കെ. അപ്പോൾ ഇവിടെ 2 സ്ട്രിങ്സ് ആണ് മെയിൻലി ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും? സപ്പോസ് ഞാൻ S1 എന്നും ഇതിനെ ഞാൻ S2 എന്നും വിളിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് STR/CMBക്ക് ആക്ച്വലി 3 റിസൾട്ട്സാണ് ഉള്ളത്. എന്തായിരിക്കും? അതായത് 2 സ്ട്രിങ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ 2 പേരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയുക ബേസ്ഡ് ഓൺ ദ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ആൻസേഴ്സ് കിട്ടും? 2 പേരുടെയും ഹൈറ്റ് ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് വൺ സെക്കൻഡ് വണ്ണിനേക്കാളും വലുതായിരിക്കും, സെക്കൻഡ് വൺ ഫസ്റ്റ് വണ്ണിനേക്കാളും വലുതായിരിക്കും. ഇങ്ങനെ 3 ആൻസേഴ്സ് അല്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സെയിം കൺസ്ട്രൈൻസ് തന്നെയാണ് എവിടെയും വരുന്നത്? STR/CMBയിൽ വരുന്നത്. ഓക്കെ. അപ്പം S1ഉം S2ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0. തെറ്റിപ്പോരുത്. എന്താണ്? 0 എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും, ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. ഇനി നമുക്ക് 2 കൺക്ലൂഷൻസാണ് പറയാനുള്ളത്. ഇഫ് S1 ഈസ് ലാർജർ ദാൻ S2 നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതൊരു പോസിറ്റീവ് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ഓക്കെ. ഇനി നോക്കിക്കേ, S1 ഈസ് ലെസ് ദാൻ S2. S1 S2നേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് ഒബ്വിയസ് ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റീജേഴ്സാണ്. 0 ഒരു ഇൻറ്റീജറാണ്, പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഇൻറ്റീജറാണ്, നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റീജർ നമ്പറാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കൺക്ലൂഷൻ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. 2 സ്ട്രിങ്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് STR/CMB ഓഫ് S1, S2 ഈക്വൽ ടു 0 ആണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ? ആ 2 സ്ട്രിങ്സും ഈക്വൽ ആണെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ 2 സ്ട്രിങ് ഉണ്ട്. സോ ഞാൻ കൊടുത്തിരിക്കുന്നത് S1 ഉണ്ട്. S1ൽ ABC. ഓക്കെ. ഇനി അടുത്തത് S2ൽ ഞാനൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. എന്താ? ABC. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും ഈക്വലാണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കമ്പയർ ചെയ്യണം. ആരെ തമ്മിലാണ്? STR/CMB വെച്ച് കമ്പയർ ചെയ്യണം. ആരെ തമ്മിലാണ്? S1, S2. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ? നമ്മൾ എന്ത് പ്രിൻ്റ് കൊടുക്കും? ഈ 2 നമ്പേഴ്സും ഈക്വൽ ആണെന്നുള്ള പ്രിൻറ്റ് മെസ്സേജ് കൊടുക്കും. ഓക്കെ. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്യും ബോത്ത് ദ നമ്പേഴ്സ് ആർ അല്ലെങ്കിൽ ബോത്ത് ദ സ്ട്രിങ്സ് ആർ ഈക്വൽ എന്നുള്ള മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. ഇങ്ങനെയാണ് STR/CMB വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്? ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡിനേക്കാളും ചെറുതാണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്? പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് സ്ട്രിങ് ഈസ് ലാർജർ ദാൻ ദ സെക്കൻഡ് വൺ. ഓക്കെ. ഇങ്ങനെ നമുക്ക് 2 സ്ട്രിങ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 3 റിസൾട്ട്സ് ആണ്. 2 സ്ട്രിങ്ങും ഈക്വൽ ആവാം, ഫസ്റ്റ് സ്ട്രിങ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് വൺ ആകാം, ദെൻ ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാളും ലെസർ ആകാം, സ്മോളർ ആകാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പാരിസണിൽ വെച്ചിട്ട് നമുക്ക് ഈ 3 കൺക്ലൂഷൻസും എത്താൻ പറ്റും. നമ്മൾ പഠിച്ച STR/CMBയിൽ നമ്മൾ സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യുന്നത് കേസ് സെൻസിറ്റീവ് ആയിട്ടായിരിക്കും. അതായത് ക്യാപിറ്റൽ ഇപ്പോൾ ഞാൻ S1 ഈസ് ഈക്വൽ ടു ABC എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ S2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ABC, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ അല്ലെ സ്മോൾ B, സ്മോൾ C എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നോക്കിക്കേ, ഈ എയും ഡിഫറെൻ്റ് അല്ലേ? ഒരെണ്ണം സ്മോൾ എയും ഒരെണ്ണം ക്യാപിറ്റൽ എയുവ. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടത്തില്ല? S1ഉം S2ഉം ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഒരിക്കലും 0 ആവത്തില്ല. കാര്യം ക്യാപിറ്റൽ എ ഈസ് ഡിഫറെൻറ്റ് ഫ്രം സ്മോൾ എ. അപ്പോൾ അങ്ങനെ കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ STR/CMB യൂസ് ചെയ്യാം. ഇനി നമുക്ക് എ വന്നിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എ അത് ക്യാപിറ്റൽ ആയാലും സ്മോൾ ആയാലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കേസ് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കമ്പാരിസന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് STR/CMB I. എന്താ വിളിക്കുന്നത്? ഏത് ഫംഗ്ഷനാണ് വിളിക്കുന്നത്? STR/CMB ഓഫ് I കൊടുക്കും. STR/CMB I എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കൊടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് S1 S2നെ നമുക്ക് കേസ് ഇൻസെൻസിറ്റീവായിട്ട് കമ്പയർ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കേസ് നോക്കണ്ട. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? S1 STR/CMB I ഓഫ് എന്ത് കൊടുക്കുക? S1, S2.
ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, സെയിം ആണോ ഡിഫറെൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, S1 ഈസ് ഈക്വൽ ടു S2. അപ്പോൾ ഇത് ഈ ഒരു ഫംഗ്ഷൻ്റെ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ് ഇസ് ലാർജർ ദാൻ ദ സെക്കൻഡ് വൺ, ഇങ്ങനത്തെ സ്മോളർ ആണെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് സ്ട്രിങ് കമ്പാരിസൻ്റെ പ്രത്യേകത. നമുക്ക് സെൻസിറ്റീവായിട്ടും കേസ് സെൻസിറ്റീവായിട്ടും ഇൻസെൻസിറ്റീവായിട്ടും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ് str സ്ട്രിങ്ങിന് ലോവർ LWR. str LWR എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താക്കും, ലോവറിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി സ്ട്രിങ്ങിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്പറിലോട്ട് മാറണമെങ്കിൽ, അപ്പർ കേസിലോട്ട് മാറണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ പേരെന്താണ്, strupr. എന്താണ്, അപ്പറിൻ്റെ ഷോർട്ട്, ലോവറിൻ്റെ ഷോർട്ട്. കണ്ടോ, ഇങ്ങനെയാണ്. നമുക്ക് ഫോർ ആൻ എക്സാമ്പിൾ എപ്പോഴും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. സേ S1 ഈസ് ഈക്വൽ ടു ABC. ഓക്കെ, ഞാൻ ചുമ്മാ കൊടുക്കുക. അപ്പോൾ എനിക്കിതിന് എന്ത് ചെയ്യണം, അപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് ഞാൻ എന്ത് ചെയ്യും, പ്രിൻറ്റിലോ അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഫംഗ്ഷനകത്ത് നമുക്ക് കൊടുക്കാം. എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്, പെർസെൻറ്റേജസിൽ ഞാൻ എന്ത് പറയും, ഇതിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്ട്രിങ്ങിനെ അപ്പറിലോട്ട് strupr ഓഫ് എന്ത് കൊടുക്കുക, S1, സ്ട്രിങ്ങിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ പ്രിൻ്റ് ആവുന്നത് എന്തായിരിക്കും, ABC എന്നുള്ള ലെറ്റേഴ്സ് ക്യാപിറ്റൽ കേസിൽ പ്രിൻ്റ് ആവും. എന്താവും, ക്യാപിറ്റൽ കേസിൽ പ്രിൻ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റലുള്ളൊരു ഡേറ്റ നമുക്ക് ലോവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരെന്താണ്, str അപ്പർ അല്ലേ. അപ്പറിലുള്ളതിനെ നമുക്ക് ലോവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പറിലുള്ള ഡേറ്റ ലോവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എഴുതുന്നത് എന്താണ്, str LWR ലോവർ. ഓക്കെ, str ലോവർ ഓഫ് എന്ത് കൊടുക്കുക, ഇപ്പം ഞാൻ ABC എന്ന് പറഞ്ഞ് കൊടുത്താൽ അങ്ങനെ തന്നെ കാണിക്കും. നമുക്ക് അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ പേര് കൊടുക്കാം, അതൊരു സ്ട്രിങ്ങിനകത്തോട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണോ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് ആ ഡേറ്റ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതൊരു സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ സ്ട്രിങ്ങിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നോക്കിക്കേ, ഇപ്പോൾ സേ S1 ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു, സ്മോൾ കേസ് ABC കൊടുത്തു. എന്നിട്ട് എനിക്ക് അതിനെ എന്ത് ചെയ്യണം, അപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം S1 ഈസ് ഈക്വൽ ടു ഞാനിങ്ങനെ കൊടുക്കുവാണ്, ക്യാപിറ്റൽ ABC എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ എനിക്കിതിനെ എന്ത് ചെയ്യണം, ലോവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെ, അപ്പോൾ ഞാൻ എന്താ കൊടുക്കുന്നത്, str ലോവർ LWR ഓഫ് എന്ത് കൊടുക്കുക, S1 എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ എന്താ, S1ലെ കണ്ടൻറ്റ് എന്താണ്, ABC. ഞാനിവിടെ ഡയറക്റ്റായിട്ട് ആ കണ്ടൻറ്റ് അങ്ങ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പം അപ്പറും ഉണ്ട് ലോവറും ഉണ്ട്. ഇനി നമുക്കൊരു ക്യാരക്ടറിനെ മാറ്റണമെങ്കിൽ ടു അപ്പർ യൂസ് ചെയ്യും. എന്ത് യൂസ് ചെയ്യും, ടു അപ്പർ എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പം സേ ഇപ്പം നമുക്ക് A എന്നുള്ളൊരു ക്യാരക്ടറിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ടു അപ്പർ ഓഫ് എന്ത് കൊടുക്കുക, സ്മോൾ കേസ് A കൊടുക്കുക. ഇനി അടുത്തത് ലോവറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ടു ലോവർ LOWER എന്ത് കൊടുക്കുക, ക്യാപിറ്റൽ കേസിൽ A കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തിട്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സേ ഞാനിവിടെ S1 എന്നുള്ളൊരു വേരിയബിൾ എടുത്തു, അതിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം, സ്മോൾ A കൊടുത്തു. അപ്പോൾ ഇതെന്താണ്, ഈ A എനിക്ക് എന്ത് ചെയ്യണം, ക്യാപിറ്റലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എടുക്കും ടു അപ്പർ ഓഫ് എന്ത് കൊടുക്കുക, S1. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്ട്രിങ്ങിനെ ഇൻബിൽട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസാണ് ഇത്രയും. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോഴേക്കും ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണോ ആ സ്ട്രിങ് ഫോം ചെയ്തേക്കുന്നത്, ആ സ്ട്രിങ്ങിനകത്ത് ചിലപ്പം അവസാനത്തെ ലെറ്ററായിട്ട് സിസ്റ്റം തന്നെ ഒരു /0 കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിനെ ഒന്നും ആര് ഡീൽ ചെയ്യുന്നില്ല, strlen ഡീൽ ചെയ്യത്തില്ല. സ്ട്രിങ്ങിനെ നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി strcpy യൂസ് ചെയ്യും. strcpyക്കകത്ത് എത്ര സ്ട്രിങ്സിൻ്റെ പേര് കൊടുക്കണം, 2 സ്ട്രിങ് നെയിംസ്, 2 സ്ട്രിങ്ങിൻ്റെ വേരിയബിൾ നെയിം കൊടുക്കണം. പിന്നെ സ്ട്രിങ്ങിനെ ഒരുമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് strcat. സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് strcmp. ഇനി കമ്പാരിസൺ കേസ് ഇൻസെൻസിറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ strcmp I എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കും. സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ സ്ട്രിങ്ങിനെ ലോവറായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ str LWR കൊടുക്കും. ഒരു സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് അപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ strupr കൊടുക്കും. ഇനി ഓരോ ക്യാരക്ടേഴ്സിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ടു അപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ടു അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും, ടു ലോവർ കൊടുത്തു കഴിഞ്ഞാൽ ടു ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. ഇനി അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ സൈസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സൈസ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ strlen സൈസ് ഓഫും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. സൈസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ, ഒരു സ്ട്രിങ്ങിനകത്ത് ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അവരെല്ലാവരും എന്ത് ചെയ്യും, കൗണ്ട് ചെയ്ത് കാണിച്ചു തരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സേ നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഞാനിപ്പം S1 ഈസ് ഈക്വൽ ടു ABC എന്ന് പറഞ്ഞ് കൊടുത്താൽ സ്ട്രിങ് ഇൻറ്റേർണലി ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, എയ്ക്കൊരു സ്പേസ്, ബിക്കൊരു സ്പേസ്, സിക്കൊരു സ്പേസ്,
ഫൈനലായിട്ടുള്ള ക്യാരക്ടറിന് വേണ്ടി ഒരു /0. ഇത്രയും പേരായിരിക്കും ആ സ്ട്രിങ്ങിനകത്തുള്ള ആക്ച്വൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ആയിരിക്കും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? സൈസ് ഓഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സൈസ് ഓഫ് S1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? 1 2 3 4 4 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും. ഇനി എടുത്ത് നോക്കിക്കേ, ഞാനിപ്പം str_alien കൊടുക്കുവാണെങ്കിൽ എന്താ കിട്ടുക? ടോട്ടൽ നമ്പർ ഓഫ് ആക്ച്വൽ ക്യാരക്ടേഴ്സ്. എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെയാണ് സൈസ് ഓഫും str_alien വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സ്ട്രിങ്സിന് ടോട്ടൽ ക്യാരക്ടേഴ്സിന് ആക്ച്വൽ ആയിട്ടുള്ള എത്ര ആൽഫബറ്റ്സ് ഉണ്ടോ അതിൻ്റെ കൗണ്ട് str_alien തരുവാണെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണലി സ്റ്റോർ ചെയ്യുമ്പോൾ എത്ര ക്യാരക്ടേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കൗണ്ടായിരിക്കും സൈസ് ഓഫ് തരുന്നത്. ഇപ്പോൾ ABC ആണ് സ്ട്രിങ് എങ്കിൽ str_alien ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. ദെൻ ABC ആണ് നമ്മളുടെ സ്ട്രിങ് എങ്കിൽ സൈസ് ഓഫിൻ്റെ ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും. എക്സ്ട്രാ ഒരെണ്ണം എന്താണ്? സിസ്റ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന /0 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻബിൽറ്റ് ഫംഗ്ഷൻസിനകത്ത് മെയിൻലി പഠിക്കാനുള്ളത്.